ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഈ ഒരു ചേമ്പ് വെച്ച് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേമ്പ് നന്നായി ഒന്ന് കഴുകി ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടാൻ ഇതിലോട്ട് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ച് എടുക്കണം. ഇതുപോലെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താലും മതി, എന്നാലും കൂടുതൽ നല്ലത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ചേമ്പ് അടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇനി തീ കത്തിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ചേമ്പാവുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. എന്നുവെച്ചാൽ വല്ലാണ്ട് ഓവറായിട്ട് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് ഇങ്ങനെ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ഇത്തിരി ചെറുതായി പോയി. അപ്പോൾ ഞാൻ മധുരം ടേസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു 5-6 ഏലക്കയുടെ കുരു ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ചേമ്പ് പുഴുങ്ങിയത് ഇതുപോലെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞത് നമ്മളൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പായസം കുടിക്കുമ്പോൾ കുറച്ച് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പാത്രം ചെറുതായ കാരണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസമൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ശർക്കരയ്ക്ക് ഒരു കുത്തുണ്ട്, ആ കുത്ത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേഗം തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ തീ കത്തിക്കാനായിട്ട് പാടില്ല. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചേമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്നൊന്നും ഇതൊരു ചേമ്പ് പായസമാണെന്ന് പെട്ടെന്നൊന്നും ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.